ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് അമൃതപ്പൊടി ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വിഭവമായിട്ടാണ്. അമൃതപ്പൊടി ഉപയോഗിച്ച് നമ്മൾ എന്നും ഒരേ മോഡൽ ഫുഡ് തന്നെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മടുപ്പായിട്ട് തോന്നും. അപ്പോൾ അവർക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതൊരു കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അളന്നെടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി കൊടുക്കരുത്. തീ കൂട്ടി കൊടുത്താൽ എല്ലാവർക്കും അറിയില്ല, അമൃതപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ എടുത്ത അതേ കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു 3/4 സ്പൂണ് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കാരണം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചാൽ ചിലപ്പം നല്ല ലൂസായി പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇതാ ഇത്രയും പാല് മതി. ഇപ്പോൾ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി പാൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയാണിത്. ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടുള്ളത് കൊണ്ട് ഞാൻ ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതാ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കണം. നല്ലൊരു ലഡുവിൻ്റെ പാകത്തിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള അമൃതം ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.